വെൽക്കം ടു ലിറ്റിൽ ബീസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ ശതാവേലി അച്ചാറാണ്. ആദ്യമേ നമ്മൾ ശതാവേലിയൊക്കെ നല്ലോണം കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. ആ ശതാവേലി ഒന്ന് വെള്ളത്തിയിട്ട് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ എടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാവാൻ നിൽക്കാം. ശതാവേലി പുഴുങ്ങാനത്ത് അതിൽ ഇത്തിരി ഉപ്പിടണം കേട്ടോ ഗൈസ്. അപ്പം എണ്ണ ചൂടായി എന്നറിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ട് കഴിയുമ്പോ പൊട്ടും. അപ്പൊ ഉലുവ പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുന്നു. ഇനി അതൊരു പൊട്ടല് പൊട്ടുന്നു. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഒരു 20 വെളുത്തുള്ളി 23 വെളുത്തുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ 10 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇഞ്ചി അരച്ച് വെച്ചിരിക്കാൻ ഇട്ട് കൊടുത്തത്. കുഞ്ഞാക്കി അരിഞ്ഞെടുത്ത് കൊടുത്ത് അവന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് ഒരു കാന്താരി കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് വേണ്ട അത്ര ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങളിവിടെ 10 കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്ന് വഴക്കി എടുക്കണേ. അപ്പൊ ഗൈസ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ചെറിയ കഷ്ണാക്കി ചെറിയ നീളത്തിൽ അരിയണം. ഏകദേശം ഈ വലിപ്പമൊക്കെ വരണം. വണ്ണം കുറച്ച് മതി, നീളം കുറച്ച് മതി. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. വലിയ കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കണേ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ട് ഈന്തപ്പഴം ചേർക്കണുണ്ട് ഗൈസ്. ഈന്തപ്പഴം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇടണം. കുരു ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് അപ്പൊ നമ്മൾ കുറച്ച് ശതാവേലി ചേർക്കണം. ഈ ഒരു പരുവാകുമ്പോ ചേർക്കണം ഗൈസ്. നമ്മള് കുറച്ച് ശതാവേലി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. നമുക്കിപ്പോ കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കണം. നമ്മൾ കുറച്ചൊന്ന് പൊട്ടിട്ടാ ഇതിലേക്ക് നല്ലോണം ഇളകി പിടിച്ചേരണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നേരത്തെ ഇട്ടപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇത്തിരി ഉപ്പ് കുറവുള്ള മാതിരി തോന്നി. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഉപ്പ് കുറവാണ് വേണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അപ്പം ഞങ്ങൾക്ക് ഇത്തിരി ഉപ്പ് കുറവുള്ള മാതിരി തോന്നി. അപ്പം ഞങ്ങൾ ഇത്തിരി ഇട്ട് കൊടുത്തേ. ആദ്യമേ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചാൽ മതി. എന്നിട്ട് അവസാനം ശതാവേലിയും കൂടി ഇട്ട് റെഡിയാക്കുമ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമാതിരി വാടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 3 സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമുക്കിനി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാവേ. എന്തോ ഗൈസ് ഈ ഒരു പരുവത്തിൽ കിട്ടണം നമുക്ക്. എന്റെ ഗൈസ് അടിപൊളി മണാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.